അമ്മയോടൊപ്പം ആരാധിക്കാം, കാരുണ്യനാഥനെ ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അവിരാമം ഞങ്ങൾ പാടാം ആരാധന, ആരാധന, നാഥ ആരാധന. രണ്ട് കൈകളും ഉയർത്തി ആരാധന, ആരാധന, നാഥ ആരാധന. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായ കർത്താവിനെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കട്ടെ. സദാസമയം അങ്ങേ വിളിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിനൊരുക്കമായി സെപ്റ്റംബർ 1 മുതൽ പ്രത്യേകമായി നമ്മൾ നോയമ്പ് ആചരിച്ചും ഉപവാസം അനുഷ്ഠിച്ചും നിരന്തരം ജപമാല ചൊല്ലിയും വചനം ശ്രവിച്ചും പ്രത്യേകിച്ചും ദിവ്യകാരുണ്യമായ ഈശോയെ ആരാധിച്ചും നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് സെപ്റ്റംബർ 6-ാം തീയതി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രത്യേകമായി ഇന്ന് ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അല്പസമയം വചനം ശ്രവിക്കുന്നത് വിശുദ്ധ സുവിശേഷങ്ങളിലെ 4 അമ്മമാർ അവരുടെ മക്കളെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചത് എന്നാണ്. വിശുദ്ധ സുവിശേഷങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന 4 അമ്മമാരുണ്ട്. അവർക്ക് ഓരോ മക്കളുമുണ്ട്. അവരെ എങ്ങനെയാണ് ഈ അമ്മമാർ പരിശീലനം കൊടുത്ത് ഫോർമേഷൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതെന്ന് നമുക്ക് അതിൽ പെട്ടെന്ന് ആദ്യത്തെ 3 അമ്മമാരെ കണ്ടമാനം ദീർഘിച്ചില്ലാതെ ദൈർഘ്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ അമ്മ നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 6-7 വചനങ്ങളിലാണ്. അത് നമുക്കറിയാം, ഹെറോദ്യ. ഈ ഹെറോദ്യ എന്ന അമ്മയുടെ മകൾ സലോമി. ആ വചനം ഇങ്ങനെയാണ്: ഹെറോദേസിൻ്റെ ജന്മദിനത്തിൽ ഹെറോദ്യയുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. ഇതാണ് ഒന്നാമത്തെ അമ്മയും മകളും.
ഹേറോദ്യായെ നമുക്കറിയാം, ഹേറോദസിൻ്റെ ഭാര്യ ഹേറോദസിൻ്റെ സഹോദരൻ്റെ ഭാര്യയായിരുന്നു. എന്നിട്ട് അവിടെ നിന്നും ഹേറോദസ്, നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ, അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. അതാണ് ഹേറോദ്യ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ ഹേറോദ്യ എന്ന അമ്മ ഈ മകളെ എന്താണ് പഠിപ്പിച്ചത്? നല്ല ഭംഗിയായിട്ട് നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചു. അത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസിക്കൽ ഡാൻസ് അല്ല, കുച്ചിപ്പുടി ഡാൻസ് അല്ല. കാണുന്നവരെയൊക്കെ എല്ലാ തരത്തിലും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള ഡാൻസ് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ഹേറോദ്യയുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ സന്തോഷിച്ച ആ ഹേറോദസ് രാജാവ് ഈ സലോമയോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, അത് ഞാൻ നിനക്ക് തരാം. ഉടനെ തന്നെ ഈ മകൾ ചെന്ന് അമ്മയോട് ചോദിച്ചു, ഇങ്ങനെ എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന്, ഞാൻ എന്ത് സമ്മാനം സ്വീകരിക്കേണ്ടതെന്ന്. ഉടനെ അമ്മ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 8-9 വചനത്തിൽ കാണുന്നു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപയോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ മകളെ പഠിപ്പിച്ചത് എന്നതൊക്കെയാണ്? ഒന്ന്, മറ്റുള്ളവരെ മയക്കി വീഴ്ത്തി കാര്യം കാണാൻ നോക്കണം. ഒന്ന്. രണ്ട്, നമ്മുടെ ശത്രുക്കളായിട്ടുള്ളവരെ ഈ ഭൂമുഖത്ത് വച്ച് വാഴിക്കരുത്. സ്നാപയോഹന്നാൻ എപ്പോഴും ഹേറോദ്യയെ കുറ്റപ്പെടുത്തിയിരുന്നു, ഹേറോദസിനെ കുറ്റപ്പെടുത്തിയിരുന്നു, അവർ ചെയ്ത തിന്മ പ്രവൃത്തി കാരണം. അതുകൊണ്ട് തന്നെ ഹേറോദ്യയ്ക്ക് തീർത്താൽ തീരാത്ത ദേഷ്യം, അരിശം, വൈരാഗ്യമൊക്കെ സ്നാപയോഹന്നാനോടുണ്ട്. ഇതാണ് അവസരം കിട്ടിയപ്പോഴേ പറഞ്ഞു, യോഹന്നാൻ്റെ തല വേണമെന്ന്. അപ്പോൾ അമ്മ മകളെ പഠിപ്പിച്ചു. മകളെ ഓർത്തു, നമ്മുടെ ശത്രുക്കളെ, നമുക്കെതിരെ നിൽക്കുന്നവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും അനുവദിക്കരുത്, കൊന്നുകളഞ്ഞേക്കണം. ഇതാണ് ഒന്നാമത്തെ അമ്മ, ആ അമ്മയുടെ മകൾ. ഇനി രണ്ടാമത്തെ അമ്മയും മക്കളെയും നമുക്ക് മനസ്സിലാക്കാം. അതിതാണ് സെബദീ പുത്രന്മാരുടെ അമ്മ. അതുപോലെ സെബദീ പുത്രന്മാരെന്ന് പറഞ്ഞാൽ യാക്കോബ്, യോഹന്നാൻ. ആ അമ്മയും 2 മക്കളും. മത്തായിയുടെ സുവിശേഷം 20 അധ്യായം 20-22 വചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അമ്മയും മക്കളും. ആ വചനം നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ്: സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മയോടൊപ്പം യേശുവിൻ്റെ അടുത്ത് ചെന്ന് താണു വണങ്ങി പറഞ്ഞു. അമ്മ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൽ എൻ്റെ മക്കളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റൊരാൾ ഇടതുവശത്തും ഇരിക്കാനുള്ള അനുവാദം കൊടുക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അമ്മ മക്കൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. അവർക്ക് തോന്നി അധികം വൈകാതെ ഈശോ രാജാവാകും. അപ്പോൾ ആ സ്ഥാനത്ത് ഈശോ ഇരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ആ രാജകീയ സ്ഥാനം കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പവർ, പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ എൻ്റെ 2 മക്കളും ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് അമ്മ ചെന്ന് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ തൻ്റെ 2 മക്കളെയും പഠിപ്പിച്ച എന്നതാണ്, മക്കളെ, ആരുടെ കാല് പിടിച്ചിട്ടായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യം നേടണം. ഒന്ന്. രണ്ടാമതായി പഠിപ്പിച്ചു കൊടുത്തു, എത്രമാത്രം കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. അതിനുവേണ്ടി എൻ്റെ മക്കൾ എന്തുമാത്രം വേണമെങ്കിലും അധ്വാനിച്ചോ കഷ്ടപ്പെട്ടോ ബുദ്ധിമുട്ടിക്കോ ഒരു വിരോധമില്ല, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ ഉന്നത പവറുള്ള അധികാരത്തിൽ എത്തിച്ചേരണം. ഈ അമ്മ പഠിപ്പിച്ചു കൊടുത്തു, അതിനുള്ള ട്രെയിനിങ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന് സംസാരിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കൾ വളരണം, എൻ്റെ മക്കൾ ഉയരണം, എൻ്റെ മക്കൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടണം, അതിൽ സന്തോഷിക്കുന്ന ഒരമ്മ. ശരിക്കും പറഞ്ഞാൽ ഈ സെബദീ പുത്രന്മാരുടെ അമ്മ എൻ്റെയും നമ്മുടെയൊക്കെ അമ്മമാരുടെ തനി സ്വരൂപങ്ങളാണ്. നമ്മുടെ അമ്മമാരിൽ ആരാണ് ആഗ്രഹിക്കാത്തത് നമ്മുടെ മക്കൾ വളരണം, നമ്മുടെ മക്കൾ വളരണ്ട, ഒരു സ്ഥലത്തും എത്തണ്ട, പഠിക്കണ്ട, ഉയരണ്ട, സമ്പത്ത് വേണ്ട, അധികാരം വേണ്ട എന്ന് എല്ലാ അമ്മമാരും അങ്ങനെ ആഗ്രഹിക്കുന്നു. ഈ അമ്മയും അങ്ങനെ ആഗ്രഹിച്ചു. ഇതാണ് രണ്ടാമത്തെ അമ്മ.
ഇനി മൂന്നാമത്തെ അമ്മയെ നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് പ്രത്യേകിച്ചും 5-ാം വചനം മുതൽ. അത് സ്നാപയോഹന്നാൻ്റെ അമ്മ എലിസബത്ത്. അങ്ങനെ എലിസബത്തിന് ഒരു മകനുണ്ട്, യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയും തൻ്റെ മകനെ പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ. ഞാനത് അധികം ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാം ആരായിരുന്നു എലിസബത്ത്, എങ്ങനെയാണ് തൻ്റെ മകനെ പരിശീലിപ്പിച്ചതെന്ന്. വീടിന് വേണ്ടിയല്ല, നാടിനും ദേശത്തിനും വേണ്ടി വിട്ടുകൊടുത്ത ഒരമ്മ. ദൈവപുത്രനായ യേശുവിന് വഴിയൊരുക്കാനായി തൻ്റെ സ്വന്തം മകനെ ബലി കൊടുത്ത ഒരമ്മ. ഇതാണ് ഈ സ്നാപയോഹന്നാൻ്റെ അമ്മ എലിസബത്ത്. ഇനി മൂന്നാമത്തെ അമ്മ കഴിഞ്ഞ് നാലാമത്തെ അമ്മ, അത് മറ്റാരുമല്ല, നമുക്കറിയാം, പരിശുദ്ധ കന്യാമാതാവ്. പരിശുദ്ധ കന്യാമാതാവിനും ഇതുപോലെ ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ പേര് യേശു. പ്രിയപ്പെട്ടവരെ, ഈശോയെ പരിശുദ്ധ മാതാവ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്, അതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് ഈ അമ്മ തൻ്റെ മകനെ പഠിപ്പിച്ചു അനുസരിക്കാൻ, പിതാവായ ദൈവത്തെ അനുസരിക്കാൻ, മാതാപിതാക്കളെ അനുസരിക്കാൻ. വചനം പറയുന്നത് അതുകൊണ്ടല്ലേ 2-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വചനം, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എപ്പോൾ? യേശു മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചപ്പോൾ. അനുസരിക്കാനായിട്ട് പഠിപ്പിച്ചു ഒന്നാമതായിട്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, ബലിയേക്കാൾ മനോഹരമാണ് അനുസരണയെന്ന്. ഈശോ അമ്മയിൽ നിന്നും കിട്ടിയ പാഠം അതേപടി ജീവിതത്തിൽ പാലിച്ച് അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ അനുസരിച്ചത് പിതാവായ ദൈവത്തെ മരണം വരെയും ഈശോ അനുസരിച്ചു. കാരണം തൻ്റെ അമ്മ ഒരു നിമിഷം പോലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. വീണ്ടും പരിശുദ്ധ മാതാവ് തൻ്റെ മകനെ പഠിപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കാനായിട്ട്. എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അത് ഒരു പ്രാവശ്യമല്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സദാസമയവും പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. കുരിശിൽ കിടന്നുകൊണ്ട് പോലും പിതാവേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ഈശോയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അതുപോലും ഈ അമ്മ പഠിപ്പിച്ചു കൊടുത്തതാണ്. അന്ന് കാലത്ത് യഹൂദ അമ്മമാർ തൻ്റെ മക്കളെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു പ്രാർത്ഥനകൾ. അങ്ങനെ ഈശോയും പഠിച്ചു. അപ്പോൾ രണ്ടാമതായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. മൂന്നാമതായിട്ട് പഠിപ്പിച്ചു, മകനെ മരിക്കേണ്ടി വന്നാലും സത്യം മാത്രമേ പറയാവൂ, നുണ പറയരുത് എന്ന്. ഈശോ ജീവിതത്തിൽ മരണത്തിന് പോലും കീഴ്വഴങ്ങിയപ്പോഴും സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മയിൽ നിന്നും കിട്ടിയ വലിയ പാഠമാണിത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് ഈശോയെ മറിയം അമ്മ പഠിപ്പിച്ചു കൊടുത്തു പിശാചുക്കളെ അഥവാ തിന്മയെ ജീവിതത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ആട്ടിപ്പുറത്താക്കാനായിട്ട്. എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിക്കണമെന്ന് ആ മകൻ അക്ഷരം പ്രതി അത് പാലിച്ചു. അടുത്തതായി പഠിപ്പിച്ചു കൊടുത്തു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായി പഠിപ്പിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി, അതാണ് ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തന്നെ നൽകി. വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു എല്ലാവരെയും ആത്മീയമായും ഭൗതികമായും ശാരീരികമായും എല്ലാവർക്കും സൗഖ്യം നൽകാൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സൗഖ്യം നൽകാനായിട്ട് പഠിപ്പിച്ചു. ആറാമതായി പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്, പ്രത്യേകമായിട്ടും ഈശോ പ്രധാനമായിട്ടും അമ്മ പഠിപ്പിച്ചു കൊടുത്തു എല്ലാ തരത്തിലും ജീവൻ കൊടുക്കണം, നീ ആരുടെയും ജീവൻ എടുക്കരുത്. ആരുടെയും ജീവൻ എടുക്കരുത് മകനെ, നീ നിൻ്റെ ജീവൻ കൊടുത്തു. വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു നീ സഹിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവരെ സഹിപ്പിക്കരുത്. പിന്നെയും അമ്മ ജീവിതത്തിലൂടെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തു നീ പട്ടിണി കിടന്നാലും സാരമില്ല, മറ്റുള്ളവർക്ക് വിശക്കാനായിട്ട് അനുവദിക്കരുത്. വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു നീ എന്തുമാത്രം വേണമെങ്കിലും ക്ഷമിക്കണം, ഒരാളെയും നീയായിട്ട് വെറുക്കരുത് എന്ന്.
വീണ്ടും ഈ അമ്മ യേശു എന്ന തൻ്റെ മകനെ പഠിപ്പിച്ചു കൊടുത്തു. നീ എത്ര വേണമെങ്കിലും വേദനിച്ചോ, കുഴപ്പമില്ല, ആരെയും വേദനിപ്പിക്കരുത് കേട്ടോ. പിന്നെയും പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അപവാദങ്ങൾ എന്തുമാത്രം വേണമെങ്കിലും ആരൊക്കെ വേണമെങ്കിലും നിനക്കെതിരെ പറഞ്ഞോട്ടെ, പക്ഷേ ഒരാൾക്കെതിരെയും നീ അപവാദങ്ങൾ പറഞ്ഞ് പരത്തരുത്. അമ്മ പഠിപ്പിച്ചു കൊടുത്തു. വീണ്ടും പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്, ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി നീ കൊടുത്തോ, പക്ഷേ ഒരാളുടെയും ജീവൻ നീ എടുക്കരുത്. ഒരാളുടെയും ജീവൻ നീ എടുക്കരുത്, നിന്റെ ജീവൻ മറ്റുള്ളവർക്കായി കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഈ അമ്മ പരിശുദ്ധ കന്യാമറിയം തൻ്റെ മകനെ പഠിപ്പിച്ച ഒത്തിരിയേറെ പാഠങ്ങൾ. ഇങ്ങനെ നമ്മൾ 4 അമ്മമാരെ കാണുന്നു. 1 സലോമിയുടെ അമ്മ, 2 സെബദീപുത്രന്മാരുടെ അമ്മ, 3 സ്നാപക യോഹന്നാൻ്റെ അമ്മ, 4 യേശു ക്രിസ്തുവിൻ്റെ അമ്മ പരിശുദ്ധ കന്യാമാതാവ്. ഈ അമ്മ എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് തൻ്റെ മകനെ പഠിപ്പിച്ചത്. മകൻ അക്ഷരം പ്രതി ജീവിതത്തിൽ അത് പാലിക്കുകയും ചെയ്തു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ആ അമ്മയോട് ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇതുപോലെ ഒരു അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അമ്മയായി തീർന്നല്ലോ എന്നോർത്ത് ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട്, അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ കാണണമേ, ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ നാഥയായി അങ്ങ് സദാസമയം വാഴണമേ എന്ന് പ്രാർത്ഥിച്ച് 2 കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ. 2 കരങ്ങൾ തുറന്നു പിടിച്ച് ഉറക്കെ ഉറക്കെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അല്പാൽപ സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓരോ പ്രാവശ്യവും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. കർത്താവിന്റെ വലിയ ശക്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടും അഭിഷേകം കൊണ്ട് നിറയാൻ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വരണമേ എന്ന് പ്രാർത്ഥിക്കാം. 2 കൈകളും ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ഉയർത്തി സ്വരം ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ കൈകൾ കൂപ്പിക്കൊണ്ട് അമ്മേ വരേണമേ, മക്കളെ കാണണേ, വീടിന്റെ നാഥയായി വാഴണമേ. ഒരിക്കൽ കൂടി എല്ലാവരും അമ്മേ വരേണമേ, മക്കളെ കാണണേ, വീടിന്റെ നാഥയായി വാഴണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയോട് ചേർന്ന് കർത്താവ് യേശു മിശിഹായെ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് ഈ ലോകത്തിൽ എന്തുമാത്രം അമ്മമാരാണ് സ്വന്തം മക്കൾക്ക് മോശമായ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നത്. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും തെറ്റായ മാതൃകകൾ കാണിച്ചു കൊടുത്തും പാപത്തിൻ്റെ വഴിയിലൂടെ മക്കളെ നയിക്കുന്ന എന്തുമാത്രം അമ്മമാരാണ് കർത്താവേ ഇന്ന് ഈ ലോകത്തിലുള്ളത്. ദിവ്യകാരുണ്യമായ ഈശോയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ മക്കളെയും നിറയ്ക്കണമേ. ഏതെങ്കിലും തരത്തിൽ തെറ്റായ പാതയിലൂടെ ചരിക്കുന്ന മക്കളെ കർത്താവെ അങ്ങയുടെ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഇടയാക്കണമേ. സലോമിയെ പോലെ പാപം ചെയ്യാനും പാപം ചെയ്യിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന മക്കളാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളെങ്കിൽ അവർക്കൊക്കെ അമ്മയുടെ പ്രത്യേകമായ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥവും സംരക്ഷണവും നൽകി അവരെ ഓരോരുത്തരെയും നന്മയിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ഈശോയെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് അങ്ങയുടെ കൈകളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ച് പരിശുദ്ധ അമ്മ എല്ലാവരുടെയും അമ്മയായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് 2 കരങ്ങൾ ഉയർത്താൻ. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് മക്കളെ നന്നായി കൈകൾ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി കൊണ്ട് എല്ലാ മക്കളും പാപകരമായ വഴിയിൽ നിന്നും മാറി കർത്താവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ ഇടയാക്കണമേ. അമ്മേ, അതിനായി എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ അമ്മേ
എല്ലാവരും ചേർന്ന് അമ്മേ വരേണമേ മക്കളെ കാണണേ വീടിൻ്റെ നാഥയായി വാഴണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ തൻ്റെ മകനെ എന്തുമാത്രം കാര്യങ്ങളാണ് ജീവിതത്തിലൂടെ, ജീവിത മാതൃകയിലൂടെ പഠിപ്പിച്ചു കൊടുത്തത്. എന്നും എപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അനുസരിക്കാൻ പഠിപ്പിച്ചു, സ്നേഹിക്കാൻ പഠിപ്പിച്ചു, സഹിക്കാൻ പഠിപ്പിച്ചു, മറ്റുള്ളവർക്കായി ജീവിക്കാൻ പഠിപ്പിച്ചു, ജീവൻ നൽകാൻ പഠിപ്പിച്ചു. കർത്താവേ, ഈ അമ്മയെപ്പോലെ ഞങ്ങളെ ഓരോരുത്തരെയും പരിശീലിപ്പിച്ച് തരാനായിട്ട് അങ്ങയുടെ അമ്മയെ ഞങ്ങളുടെ അമ്മയായിട്ട് തരണമേ. കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളും സ്നേഹിക്കാനും ക്ഷമിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ നൽകാനും ആരെയും ദ്രോഹിക്കാതെ കർത്താവെ ജീവിക്കാനുള്ള വരം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും എല്ലാമായി തീർന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങയെപ്പോലെ ജീവിക്കാനുള്ള വലിയ ശക്തിയും വരവും കൃപയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും നൽകണമേ. നമുക്ക് മക്കളെ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മ തൻ്റെ മകന് പഠിപ്പിച്ച് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഈ മഹനീയ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ, പ്രാവർത്തികമാക്കുവാൻ ശക്തി നൽകണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നന്നായി കൈകൾ ഉയർത്തുക, നന്നായി കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. അത്ഭുതകരമായ വിധത്തിൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. കർത്താവ് നമ്മളെ നയിക്കും. മാതാവിന്റെ മാധ്യസ്ഥം കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ മക്കളും നിറയാൻ ഇടയാകട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന്, അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, കൈകൾ കൂപ്പി എല്ലാവരും അമ്മേ വരേണമേ മക്കളെ കാണണേ വീടിൻ്റെ നാഥയായി വാഴണമേ. ഒരിക്കൽ കൂടി ഒരുമിച്ച് അമ്മേ വരേണമേ മക്കളെ കാണണേ വീടിൻ്റെ നാഥയായി വാഴണമേ. മുട്ടുകൾ കുത്തിക്കൊണ്ട് വീടിൻ്റെ നാഥയായി വാഴണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് വീടിൻ്റെ നാഥയായി വാഴണമേ. 2 കരങ്ങൾ തുറന്ന് യാചനാരൂപത്തിൽ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. മക്കളെ, കർത്താവ് ആശീർവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹീതമായി തീരും, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. അല്പം കൂടി സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വലിയ അഭിഷേകം ഒഴുകണമേ. ദൈവത്തിനെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന പുണ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. കനിവിന്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം, നിനക്കായിരം സ്തോത്ര